അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇവിടെ ക്രൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് താഴേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്രൂസ് കൺട്രോളിലാണ് ശരിക്കും വണ്ടി കിടക്കുന്നത്. കണ്ടില്ലേ, ഞാൻ എന്റെ കാലും അതേപോലെ തന്നെ വേറെ ഒന്നും വീണില്ല, സ്റ്റിയറിംഗ് മാത്രമാണ് ഞാൻ ശരിക്കും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ കാണുന്ന ലൈനിനെ അസിസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വണ്ടിയുടെ വേഗത, ബ്രേക്കിംഗ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഫ്രണ്ടിലുള്ള വണ്ടി എന്തെങ്കിലും തരത്തിൽ സ്ലോ ആക്കി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ട്രാക്കിംഗ് ആണ്. ഓട്ടോമാറ്റിക്കലി ഈ ഒരു മുതലും ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടാ. ഇപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത സമയത്ത് ചെറുതായിട്ടൊന്ന് സ്ലോ ആയി ഗൈസ്. അതേപോലെ തന്നെ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും ടോർക്ക് ഉള്ള വണ്ടിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് നോക്കി നിങ്ങൾ ഇതിന്റെ ആ ഒരു പെർഫോമൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ മോനെ ഗൈസ്, ഈ ലൈൻ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആക്കണ പോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാമറ അബ്സോർബ് ചെയ്തിട്ട് അതിന്റേതായിട്ടുള്ള വാണിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൽ ശരിക്കും കാണിക്കൂട്ടാ. കുറച്ച് നേരത്തെ ഒരു സ്പീഡ് ലിമിറ്റ് 60 കണ്ടിട്ടുണ്ടാകും കേട്ടോ. ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഗൈസ്, നമ്മുടെ ഫ്രണ്ടിൽ പോണ ഒരു വണ്ടീനെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ മീറ്റർ കൺസോളിൽ ഡിറ്റക്ട് ചെയ്തിട്ട് ശരിക്കും കാണിക്കണം. നോക്കിയാൽ നിങ്ങൾ ഇതിന്റെ ബാക്കിലൊക്കെ പോയിട്ട് അത് സഡൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു വണ്ടി